നമുക്ക് ജെമ്മിയുടെ വീട്ടിൽ പോയിട്ട് വരാം. ഓക്കെ, വണ്ടി നിറച്ചു ആൾക്കാരുമായിട്ട് നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കട തന്നെയായിരുന്നു, സിൽവർ ഗ്ലാസസ് ഏറ്റുമാനൂർ. അപ്പൊ ഇപ്പൊ നോമ്പ് പ്രമാണിച്ച് 6 മണി വരെയുള്ള സെക്കൻഡ് സ്റ്റോപ്പായി ഉമ്മച്ചിയുടെ വീട്ടിൽ ഉമ്മച്ചിനെ ഡ്രോപ്പ് ചെയ്ത് തേർഡ് സ്റ്റോപ്പാണ് നമ്മുടെ സ്റ്റോപ്പ്. അതായത് ജെമ്മിയുടെ വീട്ടിൽ എന്നെ ഇറക്കി കണ്ടപ്പോ തൊട്ട് ബ്രൗണി കൊരയായിരുന്നു. ഇനി ആ പരിസരത്തെ ഞാൻ നിൽക്കാൻ പോയില്ല. ഓക്കെ ഗോയ്സ്, അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇവളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതായത് ഇവളെ എന്നോട് കൂടിയത് ഡിഗ്രി PG കാലഘട്ടത്തിലാണ്. യു നോ എവ്രി വൺ ഹാസ് ദാറ്റ് വൺ ഫ്രണ്ട്. ജെമ്മിയുടെ വീട്ടിൽ പോവാ, ജെമ്മിയുടെ കൂടെ കറങ്ങാൻ, അതിന് മാത്രം ഓക്കെ പറയുന്ന വീട്ടുകാര്. അപ്പൊ നമ്മൾ ഇന്ന് പോവാൻ പോകുന്നത് കോട്ടയത്തേക്കാണ്. ആരവിടെ പോവാനാ? അങ്ങനെ എന്നെക്കാട്ടിലും വലിയൊരു ബാഗുമായി ഞാൻ വീണ്ടും യാത്ര തുടങ്ങി. അങ്ങനെ ഫൈനലി നമ്മൾ ലുലു എത്തി ഗോയ്സ്. അപ്പൊ അവൾ കേറിപ്പോ തൊട്ട് അവളുടെ ക്യാറ്റ്സിനും പെറ്റിനും ഒക്കെ ഉള്ള ബെൽറ്റ് നോക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് KG മോംസ് ഇവിടെ ചാട്ടൊക്കെ വന്നിട്ടുണ്ട്, വോളിൽ സ്റ്റിക്ക് ചെയ്ത് പഠിപ്പിക്കാൻ പറ്റും. പിന്നെ ഫ്ലാറ്റ് 40% ഓഫ് ഓൺ ദീസ് ക്യൂട്ട് ബാഗ്സ്, ട്രോളി ആയിട്ട് യൂസ് ആക്കാം. അങ്ങനെ നടന്നപ്പോ ആണ് ടാങ്ക് മാനൊക്കെ ഉണ്ട്. അപ്പൊ ടാങ്കിന്റെ പ്രൊമോഷൻ ആണെന്ന് പറഞ്ഞു. ടാസ്കിൽ ഏതാണ് ബെറ്റർ? കാര്യമില്ല, ഇത് രണ്ടും അല്ല മേടിച്ചു. പിന്നെ നമ്മുടെ റമദാന്റെ ഡേറ്റ് ഫെസ്റ്റ് ഉണ്ടായി, അതിൽ നമ്മൾ ഒരു 2 കിലോ അങ്ങ് എടുത്തു. നമ്മൾ ബസ്സിനാ വന്നെന്നുള്ള കാര്യം ഒരു നിമിഷത്തേക്ക് മറന്നു. ലഗേജ് കൂടി പോയി ഗോയ്സ്. ഭാഗ്യത്തിന് ആ സമയത്ത് ഉമ്മച്ചിയുടെ മാമി ഉണ്ടായിരുന്നു അവിടെ, അതുകൊണ്ട് നമുക്ക് ലിഫ്റ്റ് കിട്ടി ഗോയ്സ്. ഇതൊക്കെ നിങ്ങളൊന്ന് പോകുമ്പോ നോക്കിക്കോട്ടോ, അടിപൊളി സാധനല്ലേ. ട്വിൻസ് ആണോ ഇവര്? എല്ലാം കഴിഞ്ഞ് ഇറങ്ങാൻ നിന്നപ്പോഴാണ് ഉമ്മച്ചി പറഞ്ഞു ഇടിയപ്പം ഉണ്ടെന്നൊക്കെ. അങ്ങനെ 3 ഇടിയപ്പവും പൊക്കി. അത് കഴിഞ്ഞ് നമ്മുടെ ജൂനിയറിനെ കണ്ടേ MCOM-ലെ വിഷ്ണുവായിട്ട് കുറെ നേരം സംസാരിച്ചിരുന്നത്തേക്ക് അവര് വന്നു. അങ്ങനെ നമ്മൾ സുഖമായി വീട്ടിലെത്തി. വെരി വെരി താങ്ക്ഫുൾ ടു ദം. അല്ലെങ്കിൽ ഞങ്ങൾ കാലെടുത്ത് തല വെച്ചോണ്ട് വരേണ്ട വന്നേ. കൂട്ടുകാരില്ലാത്തോണ്ടാണ് വരാത്തെ. നമ്മുടെ അമ്മുമ്മ ജെമിയോട് കുറെ വിശേഷങ്ങളും ചോദിച്ച് അവിടെ ഇരിക്കുകയായിരുന്നു. ഹിയർ കംസ് അവർ ഇഫ്താർ ടൈം. ആദ്യം തന്നെ ഫ്രഞ്ച് ഫ്രൈസ് നമ്മൾ ഫ്രൈ ആക്കി, വാട്ടർമെലൺ ജ്യൂസ് ഒഴിച്ചു, പിന്നെ കട്ട്ലറ്റ്, അങ്ങനെ കുറെ സ്നാക്ക് ഐറ്റംസ് ഉണ്ടായിരുന്നു. ഇഫ്താറിന് ടേസ്റ്റ് കൂടുതലായിരുന്നു, കാരണം നമ്മൾ അത്രയും ഡെഡ് ആയിരുന്നു. അപ്പത്തേക്ക് ഉമ്മച്ചി വിളിച്ച്, മോളെ അടിപൊളി മഴ, സൂപ്പർ മഴയായിരുന്നു, ന്യൂ മഴ, മണ്ണിന്റെ മണം, വാവ്. അങ്ങനെ നൈറ്റ് നമ്മൾ ജെമിനെ വീട്ടിൽ കൊണ്ടാക്കാൻ പോയപ്പോ പിന്നെ ഇപ്പൊ ഉത്സവകാലമല്ലേ, മൊത്തം ലൈറ്റ്സും ബഹളവും ഒക്കെ ആയിരുന്നു. കുടിക്കണ്ടേ ചായക്ക് പകരം പിന്നെ എല്ലാവർക്കും ഓർലക്സ് ആക്കിയതാ. എടുത്ത് കുടിക്കുമോളെ.